NK പ്രേമചന്ദ്രനും M മുകേഷും G കൃഷ്ണകുമാറും മത്സരിക്കുന്ന കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അവിടെ കണ്ണൻ നായരുണ്ട്. കണ്ണൻ, അവസാന നിമിഷത്തിലെ ആവേശം ഇങ്ങനെയാണ്. ശക്തമായ ഒരു ടൈറ്റായ ഫൈറ്റിന്റെ ഫീൽ യഥാർത്ഥത്തിൽ ഉണ്ടോ കൊല്ലത്ത്? ഒരു ചായകുടിയുടെ വിഷയം ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രചാരണ വിഷയമായെങ്കിൽ അത് കൊല്ലത്താണ്. പ്രധാനമന്ത്രിയും പ്രേമേന്ദ്രനും തമ്മിലുള്ള ഒരു ചായ കുടിച്ച ഒരു വിഷയമാണ് ആദ്യം ഈ LDF പ്രചാരണ വിഷയമാക്കിയത്. അതിനുശേഷം പ്രേമേന്ദ്രൻ സംഖ്യയായി മാറുന്നു. ജയിച്ചു കഴിഞ്ഞാൽ അയാൾ BJP-യിലേക്ക് പോകുമെന്നുള്ള പ്രചരണം നടത്തി. ഇത്തരത്തിൽ സംഘീയ ആരോപണങ്ങൾ കൊണ്ടുള്ള ഒരു പ്രചരണം LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കാണ് പ്രചാരണം നടത്തിയത് പറയേണ്ടി വരും. പ്രേമേന്ദ്രനും CPM-ഉം തമ്മിലുള്ള ഒരു പോരാട്ടമാണ് കൊല്ലത്ത് നടക്കുന്നത്. അതിവാശിയേറിയുള്ള പോരാട്ടക്കാരൻ 2014 തുടങ്ങിയ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായി അന്ന് മുതലുള്ള ഒരു വൈര്യം CPM-ഉം പ്രേമേന്ദ്രനും തമ്മിലുണ്ട്. അത് തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്, പ്രചരണ പ്രവർത്തനങ്ങൾ കാണാൻ സാധിച്ചത്. പ്രേമേന്ദ്രൻ ഏറ്റവും കൂടുതൽ 2 ലക്ഷം പേരെയെങ്കിലും നേരിട്ട് കൈകൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ M മുകേഷും ശക്തമായ പ്രചാരണത്തിൽ തന്നെയായിരുന്നു. LDF-ന്റെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ LDF-ന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ഒരു പര്യടനം നടത്താൻ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചു. പല കുറി ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പോയി ജനങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചു. ശക്തമായിട്ടുള്ള കഴിഞ്ഞ തവണ KN ബാലഗോപാൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ട പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് സംശയമില്ല. വളരെ വാശിയോടുകൂടിയുള്ള പോരാട്ടം, പൂർണ്ണമായും ജയിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് UDF ഉള്ളത്. പക്ഷേ NK പ്രേമേന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തെ അതെങ്ങനെ മറികടക്കും നടൻ എന്നുള്ള നിലയിൽ, ഒപ്പം തന്നെ കൊല്ലം MLA എന്നുള്ള നിലയിൽ മുകേഷിന് മറികടക്കാൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ താമസിച്ചാണ് എത്തിയതെങ്കിൽ പോലും അദ്ദേഹവും പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് 2.5 ലക്ഷത്തോളം വോട്ടുകൾ തങ്ങൾക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് BJP പ്രവർത്തകർ, അതുപോലെ തന്നെ നേതാക്കന്മാർ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പറയുന്നത്. പക്ഷേ ആ സ്ഥാനാർത്ഥിയും ജില്ലാ നേതൃത്വം തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ പിന്നോട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്തുതന്നെയായാലും ഈ പ്രേമചന്ദ്രനെ അട്ടിമറിക്കാൻ M മുകേഷ് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ഇനി ജനങ്ങളാണ് പറയേണ്ടത്. പക്ഷേ പ്രേമചന്ദ്രനുള്ളൊരു വ്യക്തിപ്രഭാവം തന്നെയാകും ഇവിടെ വോട്ടായി മാറുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ശരി, കണ്ണൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒരു കാര്യം ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ ഞാൻ കൊല്ലത്ത് കണ്ട ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. കാരണം 2014-ലെയും 19-ലെയും സാഹചര്യമല്ല. അന്ന് ഒരുപാട് പല പ്രതികൂല ഘടകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി അവിടെ ഒറ്റക്കെട്ടാണ്, എണ്ണയിട്ട യന്ത്രം പോലെ. കാരണം പഴയ വിഭാഗീയത, പുനലൂർ ചടയമംഗലം മണ്ഡലങ്ങളിൽ ആയിരുന്നു പലപ്പോഴും ഈ ഒരു അസ്വാരസ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയാണ്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ മുകേഷ് 41 ദിവസം കൊണ്ട് പരുവപ്പെട്ടു. മറ്റേ അന്തസ് ആളുകളിലേക്ക് ഇറങ്ങിച്ചല്ല. മുകേഷിനുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ KN ബാലഗോപാൽ മത്സരിക്കുമ്പോൾ KN ബാലഗോപാൽ പാർട്ടിക്കാരുടെ ഇടയിലും പാർട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്കും ഉള്ള രീതിയിൽ മാത്രമേ അദ്ദേഹം പരിചിതമായിട്ടുള്ളൂ. പക്ഷെ മുകേഷിനെ അങ്ങനെ ഒരു തരത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ജനകീയ എന്ന് വെച്ചാൽ ആളുകൾക്കറിയാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് മുകേഷിനുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ CPM ആണ് എന്ന് പറയുമ്പോൾ CPM-നോട് എതിർപ്പുള്ള ആളുകൾക്ക് അത് CPM ആളാണ് എന്നുള്ള രീതിയിൽ ആളുകൾ കാണും. ഇനി CPM-ന്റെ അടിയുറച്ച നേതാവ്, പ്രവർത്തകനൊക്കെ ആണെങ്കിൽ ആ ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു, ഏറ്റവും മികച്ച. ഇവിടെ അങ്ങനെ ഒരു CPM കറകളഞ്ഞ CPM കാരൻ, അയാളൊരു CPM കാരനാണെന്ന് മുകേഷിനെ കുറിച്ച് പറയാനും പറ്റില്ല. ഇങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജ് മുകേഷിനുണ്ട്. പക്ഷേ ഇടയില്ല. പക്ഷേ 148 പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ പ്രേമേന്ദ്രനോടാണ് മുട്ടുന്നതെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പാർലമെന്റിലെ ഏറ്റവും മികച്ച കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച ഇപ്പോ നരേന്ദ്രമോദി ക്യാൻറ്റീനിൽ വിളിച്ചുകൊണ്ടുപോയി ഊണ് കൊടുത്തു എന്ന് പറയുമ്പോ അത് വിളിച്ചു പാർലമെന്ററി പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, ഈ ക്യാമ്പയിൻ അവിടെ വളരെ ശക്തമായി നടന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പിന്നീട് ധ്രുവീകരിക്കപ്പെടുമോ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ അവിടെ. പിന്നെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് പ്രേമേന്ദ്രനെ എല്ലാ സാമൂഹ്യ സംഘടനകളുമായിട്ടും എല്ലാവരുടെ ആളാണ്. കല്യാണം, പാലുകാച്ചം, മരണം, പ്രേമേന്ദ്രൻ ആ ദിവസമോ അല്ലെ പിറ്റേ ദിവസമോ ആ വീട്ടിലവിടെ എത്തി. അതുപോലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ ആളാണ്. ഇത് പലപ്പോഴും
ഇപ്പൊ ഈ കല്യാണം പാലുകാച്ച് പോകുന്ന ആളുകൾ, അങ്ങനെ പോകുന്ന ആളുകൾ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പാർലമെന്റിൽ ഉണ്ടാവില്ല. പക്ഷെ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പ്രേമേന്ദ്രന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല BJP-യെ സംബന്ധിച്ച് അവിടെ ചില അസ്വാരസ്യങ്ങൾ, BJP-യെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നിലയൊക്കെ നോക്കിയാൽ ഇപ്പൊ ആറ്റിങ്ങൽ പോലെ തന്നെ BJP-ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ തവണ എന്താ പറയുക, ഇത് അങ്ങ് വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ ആ തരത്തിൽ സമീപിച്ച മണ്ഡലമാണ്. അപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ മറ്റു തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആളിന് കൂടി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് NK പ്രേമേന്ദ്രൻ എന്നൊരു ഘടകം അവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രേമേന്ദ്രനെ സംഖ്യയാക്കിയാൽ ഗുണമാണോ ദോഷമാണോ അപ്പുറത്തുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.